നമ്മളിപ്പോൾ താമസിക്കാൻ വന്നിട്ടുള്ള ലൊക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ചെറിയ ധാരണ തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതാണ് നമുക്ക് കയറി പോകാനുള്ള ചവിട്ടുപടികൾ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പയ്യെ കയറി വാ. ദിസ് ഈസ് ആക്ച്വലി എ മാജിക്കൽ ലൊക്കേഷൻ. എത്തിപ്പെടാൻ എൻ്റെ പൊന്നു മച്ചാനെ കഷ്ടപ്പെട്ട്, പക്ഷേ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പൊളി വൈബാണ്. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. യു വാണ്ട് ടു സീ, യു റിയലി വാണ്ട് ടു സീ. ഹലോ, ഹായ്, നമസ്കാരം. നമ്മളൊരു ട്രാവൽ വ്ളോഗ് എന്നും പറഞ്ഞിട്ട് ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം ഇതിപ്പോൾ 6ാമത്തെ ഇൻട്രൊഡക്ഷനാണ് ഞങ്ങൾ എടുക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ വരുന്ന വഴിക്കുള്ള കാഴ്ചകളും മനോഹാരിതയും ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാമറാസൊക്കെ എടുത്തു, മൈക്ക് എടുത്തു, കണക്ട് ചെയ്തു, ട്രൈപോഡുകളെടുത്തു. ബാറ്ററി തീരാറായി. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ വട്ടവടയിൽ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടിയിലാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഇൻട്രൊഡക്ഷൻസ് എടുത്തിട്ടും ട്രാവൽ വ്ളോഗായിട്ട് നടന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ചമ്മലുണ്ട് ഈ പറയുന്ന വ്ളോഗ് പരിപാടിയിൽ. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും ദിസ് ഇസ് എ ഗുഡ് സ്പേസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്പേസൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ ശ്രുതിയാണ്. ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു ഈ സ്ഥലം? ഒന്നുമില്ല, പെട്ടെന്ന് ഗൂഗിൾ ചെയ്താൽ മതി. വട്ടവട സ്റ്റേ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പ്രോപ്പർട്ടികളിൽ ഒന്നിതാണ്. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നിടത്ത് നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളിത് ആക്ച്വലി ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ടോപ്പ് ഒരു അങ്ങനത്തെ ഒരു സ്പേസ് ആയത് അല്ലേ, ഒരു ടേബിൾ ടോപ്പ് പരിപാടിയാണ്. ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര സുഖമുള്ള രസമുള്ള യാത്ര ആയിരുന്നില്ല. റോഡിൻ്റെ കണ്ടീഷൻ പറയണം, ഗംഭീര റോഡുകളാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞില്ല, നമ്മൾ വരുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴും റോഡ്സൊക്കെ അടിപൊളി റോഡുകളാണ്. വളരെ കുറച്ച് മാത്രം സ്ഥലങ്ങളിലാണ് ഒരു ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായത്. പക്ഷേ റോഡിൻ്റെ കണ്ടീഷൻ ഈസ് സൂപ്പർബ്. വളവും തിരിവാണ് എന്നെ മെയിനായിട്ട് ബാധിച്ചത്. ഇത് വാഹനം ഓടിക്കില്ല, ഞാൻ തന്നെ ഓടിക്കേണ്ടി വന്നു. ഭയങ്കര കയറ്റം കയറി ഇങ്ങനെ വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്. ഞാൻ കുറേ നാളായി ഡ്രൈവ് ചെയ്തിട്ട്, ലോങ് ഡ്രൈവ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലേക്ക് വന്നിട്ട്. പക്ഷേ തണുപ്പ് കിട്ടുന്നതോറും നമുക്കൊരു സുഖം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിനക്ക് എങ്ങനെ ട്രാവൽ ഫീൽ ചെയ്തത് ആക്ച്വലി മൊത്തത്തിൽ? ഇല്ല, ഞാൻ സൈഡ് സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നല്ല റോഡായതുകൊണ്ട് ഒരേ രസത്തിൽ ഇങ്ങനെ വന്നു. പിന്നെ എൻ്റെ നാട് പത്തനംതിട്ടയാണ്. എനിക്ക് പിന്നെ പൊതുവെ ഈ കാട്, മല, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ട് വരാമെന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആക്കുന്ന ഒരു പ്രോസസ്സാണത്. കഴിഞ്ഞ ദിവസം ഒരു റീലും കൂടി കണ്ടാണ്. അതായത് ഈ പത്തനംതിട്ടക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് പ്രകൃതി രമണീയത കാണിച്ചു കഴിഞ്ഞാലും നല്ല രസമുള്ളൊരു സ്ഥലം. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. ഞാനിവിടെ വണ്ടി നിർത്തിയാലും ശ്രുതി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാണ് ഏതാണ് കൊക്കാട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലമാണ് അത്, കൊക്കാത്തോട്. കൊക്കാത്തോട്. ഇത് ഞങ്ങളുടെ കൊക്കാത്തോട് പോലെയുണ്ട്. അതായത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഞാൻ എറണാകുളത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഈ പച്ചപ്പും ഹരിതാഭയും അങ്ങനെ ഇട് വരാറില്ലല്ലോ. ഏത് സ്ഥലം കണ്ടു കഴിഞ്ഞാലും ഞങ്ങളുടെ നാട്ടിലെ സ്ഥലം പോലെ. കാലാവസ്ഥ ഇവിടെ കുറച്ചും കൂടി തണുപ്പാണ്, കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും ഉണ്ണിക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് വരില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്, വളരെ ചെറിയൊരു ഏരിയ. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അപ്പം നമ്മുടെ വണ്ടി ഓൾട്ടോയാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 2 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പേടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സംഭവം അഡ്വഞ്ചറസ് നൈസ് യാത്രയൊക്കെ ആയിരുന്നു. വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത പരിപാടി എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞങ്ങൾ വന്ന വഴിയും സ്ഥലമൊക്കെ കാണിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് അനുഭവങ്ങളാണ്. പറ. ഇല്ല, ട്രാവൽ വ്ളോഗ് ഞങ്ങൾക്ക് 2 പേർക്കും എടുക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ യാത്ര കൊണ്ട് മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം. വലിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. നമ്മൾ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം ഈ പറയുന്ന കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇപ്പം മലമറിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒന്നുമല്ല. എനിക്ക് ഈ സാധനം ഉണ്ണി എൻ്റെ കയ്യിൽ പിടിക്കാൻ തന്നിട്ട് ഞാൻ ഇതൊന്ന് നേരെ പിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. ഇത് അറിയാത്ത ആളുകൾ കേട്ടിട്ടാണ് DJയുടെ ആക്ഷൻ 5 Pro വിത്ത് അതിൻ്റെ സ്റ്റിക്കാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഹോൾഡ് ചെയ്യാനുള്ള പാട്. പക്ഷെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ പാട് മാത്രമല്ലെന്നേ ഞങ്ങളുടെ ഒരു മെയിൻ പ്രശ്നം ചമ്മലാണ്. ചമ്മലുണ്ട്. പിന്നെ ഞങ്ങൾ 2 പേരും യാത്ര പോകുന്ന സമയത്ത് പ്ലാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ സ്ഥലങ്ങൾ കണ്ട് സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ മറന്നുപോകും. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുന്ന ഒരു ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും അത് കവർ ചെയ്യാൻ പറ്റണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ
പല ദിവസങ്ങളിലായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഇതേപോലെ ക്യാമറ എടുത്ത് സംസാരിക്കാം എന്നുള്ളതിനേക്കാട്ടിലുപരിയായിട്ട് ഒരു വലിയൊരു ട്രാവൽ വ്ളോഗൊന്നും, വലിയതെന്നല്ല ചെറുതാണെങ്കിലും നമ്മളെ കൊണ്ട് അതെ ആ എഫേർട്ട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമോ അറിയില്ല, പക്ഷേ എന്തായാലും നിലവിൽ നമുക്ക് അതിനുള്ളൊരു കഴിവില്ല. ഇതിനു മുമ്പ് ഞങ്ങളൊരു സ്ഥലത്ത് താമസിച്ചു, വരുന്ന വഴിക്ക് വാഗമണിൽ. ഇത് നമ്മൾ വാഗമണിൽ താമസിച്ച സ്ഥലം. പുറകിൽ ഇതൊക്കെയുണ്ട്, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ശ്രുതി ഇറങ്ങുന്നു. നമ്മൾ ഒറ്റ നൈറ്റ് ഇവിടെ താമസിച്ചിട്ടുള്ളൂ. നമുക്ക് ഇവിടുത്തെ അങ്ങനെ സ്ഥലമായിട്ട് അങ്ങനെയൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടെയും പണി നടക്കുന്നേ ഉള്ളൂ, കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വൻ പരിപാടിയൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നൈസ്, ഇറ്റ്സ് ഗുഡ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷേ ഇവരുടെ പണിയൊക്കെ കംപ്ലീറ്റ് ആവാനുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ, ഒരു നാടൻ ചായക്കടയിൽ കയറി കേട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും ശ്രുതിക്കും ഒക്കെ ഈ വിറകടുപ്പിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലോണം കിട്ടുന്ന നല്ല ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ ആയിട്ട് ആ കടയിലുള്ള ചേട്ടനും ചേച്ചിയൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. എവിടെ പോകുന്നു, എന്താവുന്നു എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട പൂച്ച സാർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അറയും എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ചേച്ചി കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലാണ്. പിന്നെയും യാത്ര തുടർന്ന് മുന്നോട്ട് പോയി ഞങ്ങളൊരു അടിപൊളി പോണ്ട് കണ്ടു. അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് ആക്ച്വലി നിങ്ങൾ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പണിയെടുക്കില്ല, ഞാൻ വെറുതെ റെസ്റ്റ് എടുക്കാനാണ് വരുന്നത് എന്നുള്ള ഐഡിയയിൽ കട്ട് ഓഫ് ആയിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സോ ഗുഡ് മാൻ. ചുമ്മാ മലനിരയെ നോക്കിയിരിക്കാൻ തന്നെ എന്തൊരു രസമാണ്. ഇവർ പറയുന്നത് ഇവിടെ ഒരു അത്യാവശ്യം ചൂട് സമയമാണെന്നാണ്, പക്ഷേ ഈ ചൂട് സമയമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ടൈം. ആൻഡ് പകൽ നമ്മളിങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വരുന്ന വഴി അത്യാവശ്യം ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര ജോലി തിരക്ക് അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി, കുറച്ച് സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നമുക്കൊന്ന് ഇരിക്കണം എന്നാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചുറ്റുമുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് അധികം സ്പേസ് ഇല്ല. നമ്മൾ വേറെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന പോലെ തന്നെ നമുക്കൊരു ഫീലാണ്. ഞങ്ങളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജോ കോളോ വന്നാലേ, വൈഫൈ ഉണ്ട് കേട്ടോ, പക്ഷേ അങ്ങനെ കുറച്ച് അങ്ങനെ ഇരിക്കുന്നത് ഒരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ മഡ് ഹൗസാണ്, അപ്പോൾ റൂംസിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാം. മഡ് ഹൗസാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റേതായ തണുപ്പ് നമ്മൾ പൊതുവേ ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്, നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി തണുപ്പുള്ളൊരു സ്ഥലമൊന്നും പറഞ്ഞല്ലേ വരുന്നത്. ഇവിടെ എൻ്റെ പൊന്നു കേസ് എനിക്കിത് ഭയങ്കര അത്ഭുതമാണ്. മാത്രമല്ല എനിക്ക് ഇത്രയും തണുപ്പ് പറ്റുമോ എന്ന് വരെ തോന്നിപ്പോയി. കാര്യം അത്രയും തണുപ്പ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ മറ്റേ എ സിക്കകത്ത് കാലെടുത്ത് നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു നമ്മളും ഈ പറഞ്ഞ പോലെ മഡ് വെച്ചിട്ട് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ശരിക്കും ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രയും തണുപ്പ്. ഇതിൻ്റെ അകത്തൊരു ഫാനിൻ്റെ ആവശ്യമില്ല, ഫാനില്ല, എ സി ഇല്ല, അങ്ങനത്തെ സാധനത്തിനൊന്നും ആവശ്യമില്ല ആക്ച്വലി. അത്രയും തണുപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തണുത്ത കാലാവസ്ഥ.